സ്കൂളുകളിലെ മതിലുകളൊക്കെ തന്നെ വളരെയധികം രസകരമായിട്ടുണ്ട്. ഈ ഒരു ചിത്രകല പരിപാടികളൊക്കെ തന്നെ ആയിരിക്കാം വളരെയധികം രസകരമാക്കുന്നത്. നമ്മൾ പോകുന്നത് മടനപ്പള്ളിയിലെ ഒരു ദർഗയിലേക്കാണ്. മടനപ്പള്ളി ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുന്നിന് മുകളിലായിട്ട് ഒരു ദർഗ ഇങ്ങനെ കാണാം. പരന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് പലവിധ കുന്നുകളാണ് മദനപ്പള്ളിയുടെ ഒരു പ്രത്യേകത. ഒരുപാട് ഹൈറ്റുള്ള കുന്നുകളൊന്നുമല്ല, പരന്നു കിടക്കുന്ന സ്ഥലത്ത് അവിടെയും ഇവിടെയായിട്ട് കുന്നിൻ ചെരുവുകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദർഗയുടെ മതിലുകൾ വളരെ പുരാതനമായിട്ടുള്ള മതിലുകളായിട്ടാണ് തോന്നുന്നത്. മേലെ ഭാഗത്തായിട്ട് കമ്പിവേലികളൊക്കെ വെച്ചിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ചെയ്തു വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാക്കിൽ കാണുന്ന ഒരു ഏരിയ ആണ് മദനപ്പള്ളി എന്ന് പറയുന്നത്. മദനപ്പള്ളിയുടെ എല്ലാ ഭാഗവും ഇവിടെ നിന്ന് നോക്കി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളുള്ള പ്രദേശങ്ങളിൽ വീടുകൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാകും. വീടില്ലാത്ത ഏരിയകളിലൊക്കെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശവുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദർഗയുടെ അടുത്തേക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കുകയാണ്. കടപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ സൺസൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ദർഗയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ രണ്ട് വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും ഒന്നാം തരം കാരവാനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഈ ഒരു ദർഗയിലേക്ക് കയറാനായിട്ട്. വളരെയധികം മനോഹരമായിട്ടാണ് ദർഗയുടെ വിശേഷങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. മുന്നിലേക്ക് പോകുന്തോറും വീഡിയോ എടുക്കുന്ന ആ ഒരു സംരംഭം നമുക്ക് ചുരുങ്ങി പോവുകയാണ്. മുന്നിൽ നിന്നും ഒരാളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് വാ 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 എന്നുള്ളത്. പിന്നീട് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. എങ്കിലും ഈ ഒരു ദർഗയുടെ ഈ ഒരു മനോഹാരിത നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലെത്തിയപ്പോൾ ഇതുപോലെ ഷീറ്റുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ടൗണിലെത്തിയതും നെട്ടിയതാണ്. എന്തുമാത്രം പച്ചപ്പിലുള്ള സാധനങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കുറച്ച് സൈഡിലേക്ക് വന്നപ്പോൾ ഇവർക്കൊരു ഫ്ലെക്സ് എന്ന് പറയുന്ന സംഭവം വളരെ ഹരമാണ് എന്ന് തോന്നിപ്പോകും. ഒരാളുടെ ബർത്ത്ഡേക്ക് ഒരു ടൗൺ മൊത്തം ഫ്ലെക്സ് വെച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഇവിടത്തെ മാത്രം കാഴ്ചയല്ല, മെയിൻ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതലാണ് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മദനപ്പള്ളിയിൽ നിന്നും തിരുപ്പതി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കാഴ്ച. മനോഹരമായിട്ടുള്ള തടാകത്തിൽ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ക്ഷേത്രം. ബാക്കിലെ ഫില്ലറുകളൊക്കെ തന്നെ ആ വെള്ളത്തിൽ നിന്നുമാണ് പൊന്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ആ ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് നോക്കുമ്പോൾ മലനിരകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മീൻ പിടിക്കുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സിലോപ്പി പോലത്തെ എന്തോ ഒരു മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നിൽക്കുന്ന പ്രദേശം കണ്ടിട്ടാണ് എൻ്റെ കണ്ണ് നെട്ടിപ്പോയത്. എന്തുമാത്രം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ആ മീനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലൊന്നും ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് നമുക്ക് പല ഏരിയയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഇവിടങ്ങളിൽ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കാണുന്ന റോഡ് തിരുപ്പതി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാലിക്കനെ നമ്മളവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. അന്നമയ ഡിസ്ട്രിക്റ്റിലെ വലിയൊരു ടൗണാണ് മടനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ചായക്കട കാണുകയാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 800-ൽ പരം ഔട്ട്ലെറ്റുകൾ ചായ ദുനിയ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിനുണ്ട് എന്നുള്ളത് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് അതിലേക്കൊക്കെ ചെന്നത്. ഇവിടെ നിന്നും ചായ കുടിച്ച ആ ഒരു ഫീഡ്ബാക്കിലാണ് ഇപ്പോഴും നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫാമിലി നടത്തുന്ന ഒരു ഷോപ്പാണ്. വളരെയധികം രസകരമായിട്ടുള്ള ചായയാണ് ഈ മടനപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്നപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നും നമുക്ക് കിട്ടിയത്.